ഹലോ നമസ്കാരം. ഗുരുപ്രിയ ടിവിയുടെ വ്യക്തികൾ വ്യക്തിത്വങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വ്യക്തികൾ വ്യക്തിത്വങ്ങൾ എന്ന പ്രോഗ്രാമിലൂടെ എത്തിയിട്ടുള്ളത് രാജധാനി കരിയർ അക്കാഡമിയിലാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ഹായ് ഹായ് പേരൊക്കെ എന്തൊക്കെയാണ്? എന്റെ പേര് ദീതു ദിനേശ് എന്നാണ്. ഞാൻ ഇവിടെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇത് വിജയലക്ഷ്മി. അപ്പൊ ഇതിനകത്ത് നമ്മുടെ MD അതെ സാർ. അതൊക്കെ സാറിന്റെ പേര് പേര് പ്രജീഷ് സാർ എന്നാണ്. എഞ്ചിനീയർ ആണ്. 30 ഇയർ എക്സ്പീരിയൻസ് ആയിട്ട് നിലവിൽ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ ഉള്ളിൽ പോയിട്ട് ഗുരുപ്രിയ ടിവിയുടെ വ്യക്തികൾ വ്യക്തിത്വങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ട്രിവാൻഡ്രത്തുള്ള രാജധാനി കരിയർ അക്കാഡമിയിലാണ്. അപ്പൊ ഇവിടുത്തെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള പ്രജീഷ് സാർ നമ്മോടൊപ്പം ഉണ്ട്. അപ്പൊ സാറിന്റെ അടുത്ത് തന്നെ നമുക്ക് ഇതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചറിയാം. വരും സർ, നമസ്തേ. വെൽക്കം ടു ദ പ്രോഗ്രാം. എന്തൊക്കെയാണ് നമ്മുടെ ഈ രാജധാനി കരിയർ അക്കാഡമിയിലൂടെ ഉള്ള പ്രവർത്തനങ്ങൾ? രാജധാനി കരിയർ അക്കാദമി എന്ന് പറയുന്നതിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ ശരിക്കും രാജധാനി കൺസ്ട്രക്ഷൻ ആണ് സ്റ്റാർട്ട് ചെയ്തത്. കഴിഞ്ഞ 30 വർഷമായിട്ട് രാജധാനി കൺസ്ട്രക്ഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ 25 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ നിലയിലേക്കൊക്കെ എത്തിയത്. അപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾക്ക് ഒരു ട്രെയിനിങ് കൊടുത്തുകൊണ്ട് തുടങ്ങിയ സ്ഥാപനമാണ്. അപ്പോൾ 10 കുട്ടികളെ എടുക്കുന്നു. അവർക്ക് രാജധാനി കൺസ്ട്രക്ഷന്റെ A to Z, അതായത് ഒരു സൈറ്റ് മെഷർമെന്റ് തൊട്ട് അതിന്റെ വർക്ക് പൂർത്തിയാക്കുന്നിടം വരെയുള്ള കാര്യങ്ങൾ സൈറ്റിൽ കൊണ്ടുപോയി എന്നോടൊപ്പം നിന്ന് എല്ലാം പഠിക്കാനുള്ള ഒരു അവസരം. അപ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഡോക്ടേഴ്സ് ആയിട്ട് ഇറങ്ങുന്നവർ അവിടുത്തെ മെയിൻ ഡോക്ടറുടെ കൂടെ പോയിട്ട് പേഷ്യന്റിനെയൊക്കെ കണ്ട് ഇങ്ങനെ പോകുന്നത് കണക്ക് തന്നെ ഇവർക്ക് എന്നോടൊപ്പം എന്റെ വർക്ക് സൈറ്റുകളിൽ വരാം. അവിടുത്തെ സ്റ്റാർട്ടിങ് തൊട്ട് അതായത് ക്ലയന്റ് മീറ്റിങ്ങും അതുപോലെ തന്നെ സൈറ്റ് മെഷർമെന്റ് തൊട്ട് അതിന്റെ ഡിഫറെന്റ് സ്റ്റേജസിൽ എന്നോടൊപ്പം നിന്ന് ഇതെല്ലാം പഠിക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കുക. ഈ ക്ലാസിന്റെ ഒരു ഡ്യൂറേഷൻ എങ്ങനെയാണ്? ഇത് 2 ടൈപ്പായിട്ടാണ് ചെയ്യാറ്. അതായത് ഒരു സൈറ്റ് മെഷർമെന്റ് ചെയ്ത് അതിന്റെ പ്ലാൻ വരച്ച് അതിന്റെ എസ്റ്റിമേറ്റ് എടുത്ത് സ്ട്രക്ചർ ഡിസൈനിങ് ഒക്കെ നടത്തി കേരള ബിൽഡിംഗ് റൂൾസ് അനുസരിച്ച് അത് സ്മാർട്ട് പോലുള്ള സോഫ്റ്റ്വെയറിലൂടെ അപ്ലോഡ് ചെയ്ത് പെർമിറ്റ് എടുത്ത് അതിന്റെ സൈറ്റ് വർക്കൊക്കെ ചെയ്ത് പൂർത്തിയാക്കി കംപ്ലീഷൻ കൊടുക്കുന്നതിന് വരെയുള്ള ഒരു 2 മാസത്തെ കോഴ്സാണ്. 60 ഡേയ്സ് എന്നോടൊപ്പം നിന്ന് ഇതെല്ലാം പഠിക്കാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ അടുത്തൊരു ലെവലുണ്ട്. അത് ഇന്നിപ്പോ നമുക്ക് കാണാൻ അറിയാം, 3D ഉണ്ടാവും, അതുപോലെ ഇന്റീരിയർ ഉണ്ട്, അതുപോലെ വീട് വെക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിന്റെ ഒരു വീഡിയോ എടുത്ത് കൊടുക്കാൻ പറ്റും. ഭാഗം എങ്ങനെയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പുറത്തൂടെ ഒരു വണ്ടിയിൽ പോകുന്ന സമയത്ത് എങ്ങനെയാണ് ഇത് കാണുന്നത്, ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ എടുത്ത് കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ ആർക്കിടെക്ചറൽ ഡ്രോയിങ് എന്ന് പറയും. നമുക്കിപ്പോൾ ഒരു ബൾബ് എവിടെ ഇടണം, അല്ലെങ്കിൽ ഫാൻ എവിടെ ഇടണം, അതിന്റെ ഡിസ്റ്റൻസ് ഒക്കെ എത്രയാണ്, ഇതുപോലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇന്നൊരു ബുക്കായിരിക്കും കൊടുക്കുക. അപ്പൊ അത്തരത്തിലുള്ള ഡ്രോയിങ്സ് എങ്ങനെ തയ്യാറാക്കണം, സ്ട്രക്ചറൽ ഡ്രോയിങ് എങ്ങനെ തയ്യാറാക്കണം, ഒരു ബില്ല് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഈ വക കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടാണ് അടുത്ത 2 മാസത്തെ കോഴ്സ്. അങ്ങനെ 4 മാസത്തെ കോഴ്സ് പൂർത്തിയാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ട് വർക്ക് എടുത്ത് ചെയ്യത്തക്ക നിലയിലേക്ക് എത്താനായിട്ട് സാധിക്കും. മിക്കവാറും അതിലുള്ള ഒരു 90% കുട്ടികൾ വർക്കൊക്കെ എടുത്ത് ചെയ്ത് സ്വന്തമായിട്ട് കമ്പനി തുടങ്ങുന്നതാണ്. 10% കുട്ടികൾക്ക് ഇപ്പോൾ ജോലി ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് തന്നെ നിലവിലുള്ള സാലറിയേക്കാളും ഡബിളും ത്രിബിളും ഒക്കെ കൊടുത്ത് ഇവിടെ നിന്ന് തന്നെ ജോലി കൊടുക്കും. അപ്പൊ ഒരു ജോബ് അഷ്യൂറൻസ് ഉണ്ട്. 100% ജോലി കൊടുക്കുന്നുണ്ട്. സർട്ടിഫിക്കേഷൻ എങ്ങനെയാ? ഇത് BSS ഭാരത് സേവക് സമാജാണ് ഇതിന്റെ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. അവരുടെ കീഴിലുള്ള നാഷണൽ സ്കിൽ ഇന്ത്യ മിഷനാണ് ഈ 2 മാസത്തെ സർട്ടിഫിക്കറ്റും 4 മാസത്തെ സർട്ടിഫിക്കറ്റും കൊടുക്കുന്നത്. ഇത് കൂടാതെ ചിലപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ അല്ലാത്ത വരുന്നുണ്ടാവും, അവർക്ക് 1 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് ഉണ്ട്. ചിലപ്പോൾ ITI കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അല്ലാതെയൊക്കെ വരുന്നവരെ സംബന്ധിച്ച് 1 വർഷത്തെ കോഴ്സാണ്. അപ്പൊ അത് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ട് BSS പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അവർക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്. ഇതിപ്പോ നമ്മൾ ഈ ഒരു കോഴ്സ് 4 മാസത്തെ കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് എത്രത്തോളം ഒരു ജോലി സാധ്യത ഉണ്ട്? തീർച്ചയായും ഇത് എംബസി അറ്റസ്റ്റേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കും. അപ്പോൾ രാജധാനി കൺസ്ട്രക്ഷൻ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൂടി വെച്ചുകൊണ്ട് ഇവർക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. അത് ലോകത്ത് എവിടെ കൊണ്ടുപോയി കഴിഞ്ഞാലും ഈ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന് വിലയുള്ളതാണ്. ഇപ്പൊ കാനഡയിലോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോ പോകുമ്പോൾ ഇവർക്ക് കരിയർ ഗ്യാപ്പ് ഒക്കെ വരും. ആ ഗ്യാപ്പ് ഫിൽ ചെയ്യാനായിട്ട് ഈ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കും. ഇതിപ്പോ നമുക്ക് ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിന് മാത്രമാണോ അതോ വേറെ ഏതെങ്കിലും കോഴ്സ് റിലേറ്റഡ് ഒക്കെ ചെയ്തിട്ടുള്ള? ഇതൊരു സ്കിൽ ട്രെയിനിങ് മാത്രമാണ്. സ്കിൽ ട്രെയിനിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് താല്പര്യമുള്ളവർക്ക് ഇത് ചെയ്യാവുന്നതാണ്. അപ്പൊ ആർക്ക് വേണമെങ്കിലും ഇത് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഇത് കുറച്ച് ഹാർഡ് വർക്കാണ്. കാരണം എന്ന് പറയുന്നത് ഒരു സൈറ്റ് മെഷർമെന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്നോടൊപ്പം തന്നെ വരണം, ആ സൈറ്റിൽ പോയി മെഷർ ചെയ്യണം. അതുപോലെ തന്നെ സെറ്റിംഗ് ഔട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറ്റി അടിക്കുന്നതൊക്കെ അവർ തന്നെ ആയിരിക്കും, കോൺക്രീറ്റ് സൈറ്റിൽ പോകുന്നത് അവർ തന്നെ ആയിരിക്കും. അപ്പൊ ഈ വക കാര്യങ്ങളെല്ലാം നേരിട്ട് ചെയ്യുന്നതിൻ്റെതായ കുറച്ച് ഹാർഡ് വർക്ക് ഉണ്ടായിരിക്കും. ഈ 4 മാസവും അതിൻ്റെതായ വർക്ക് ഉണ്ടാവും. പക്ഷെ അങ്ങനെ ചെയ്ത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഒരു നല്ല എഞ്ചിനീയർ ആയിട്ട് ഇറങ്ങാനായിട്ട് സാധിക്കും.
ഇതിപ്പോ എങ്ങനെയാ, നമുക്ക് ഒരുപാട് ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ ആണല്ലോ ഇന്നിപ്പോ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ രാജധാനി കരിയർ അക്കാഡമിയിലൂടെ നിങ്ങൾ എങ്ങനെയാ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ എങ്ങനെയാണ് കൊടുക്കുന്നത്? കഴിഞ്ഞ വർഷം വരെയും ഞങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് ഇല്ലായിരുന്നു. ഇപ്പൊ കണ്ണൂരോ കാസർഗോഡോ ഒക്കെ ഉള്ള കൂടുതൽ കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുകയാണ്, നേരിട്ട് വന്ന് ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുകയാണ്. പക്ഷെ ഈ വർഷം തൊട്ട് ഞാൻ അതിനുകൂടി ഒരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഓൺലൈൻ ക്ലാസ് ആക്കിയിട്ട്, കാരണം എനിക്ക് തോന്നുന്നു 25ഓളം ഓൺലൈൻ ക്ലാസ് കൊടുക്കും. അപ്പൊ അതിലൂടെ നമുക്ക് ഒരു പ്ലാൻ വരയ്ക്കുന്നതും അതുപോലെ എസ്റ്റിമേഷൻ എടുക്കുന്നതായാലും സ്ട്രക്ചറൽ ഡിസൈനിങ് ആയാലും വാസ്തുവിന്റെ കാര്യങ്ങളായാലും ഇതുപോലുള്ള കാര്യം, ബിൽ പ്രിപ്പറേഷൻ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഓൺലൈനായിട്ട് പഠിപ്പിക്കുകയും അതിനുശേഷം ഈ സൈറ്റ് മെഷർമെന്റ്, അതുപോലെ സെറ്റിംഗ് ഔട്ട് അല്ലെങ്കിൽ സ്ട്രക്ചർ വർക്ക് ഒക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് അവിടെ പോയിട്ട് എങ്ങനെയാണ് ഒരു കമ്പി കെട്ടിയത് ശരിയാണോ എന്ന് പരിശോധിക്കുക, അല്ലെങ്കിൽ ടൈൽസ് വർക്ക് എങ്ങനെ നോക്കണം, ഇതുപോലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇപ്പൊ തുടങ്ങിയിരിക്കുന്നത് എറണാകുളത്തും കോഴിക്കോടുമാണ് 2 സെന്ററുകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഓൺലൈൻ ക്ലാസ് വിജയകരമായിട്ട് പൂർത്തിയാക്കുന്നവർക്ക് അവിടെ പോയിട്ട് ഈ വർക്കുകൾ ചെയ്ത് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഓൺലൈൻ ഇതിന്റെ ഒരു പറയുകയാണെങ്കിൽ നമുക്കിപ്പോ പ്രാക്ടിക്കൽ അത്യാവശ്യമായിട്ട് വേണ്ടി വരുന്ന ഒരു മേഖലയാണിത്. അപ്പൊ അതെങ്ങനെയാ സാധ്യമാക്കുന്നത് ഓൺലൈൻ ക്ലാസ്സസ് അല്ലാണ്ട്? ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം തിയറിപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ പഠിക്കുന്നു. അതിനുശേഷം അവിടെ തന്നെ എനിക്ക് വർക്കുകളുണ്ട്, എനിക്ക് കേരളത്തിനകത്തും പുറത്തും ഒക്കെ വർക്കുണ്ട്. അപ്പൊ എന്റെ ആ വർക്ക് സൈറ്റുകളിൽ പല പോയിട്ട് നേരിട്ട് ഈ പറയുന്ന ഡിഫറെന്റ് സ്റ്റേജസിലുള്ള വർക്കുകൾ കണ്ടിട്ട് പഠിക്കാനായിട്ട്, അതായത് ഇവിടെ പഠിക്കുന്നത് പോലെ തന്നെ അവിടെയും അവർക്ക് പഠിക്കാൻ പറ്റും. ക്ലാസ് മുറിക്കകത്ത് പഠിക്കേണ്ടതല്ല, അല്ലാതെ ഇവിടെ നിന്ന് ഓൺലൈനായിട്ട് പഠിക്കുന്നു. മറ്റുള്ള പ്രാക്ടിക്കൽ എല്ലാം അതാത് വർക്ക് സൈറ്റുകളിൽ തന്നെ പോയി, ഇപ്പൊ സെറ്റിംഗ് ഔട്ട് എന്ന് വെച്ചാൽ റിയൽ ആയിട്ട് ഒരു എന്റെ വർക്ക് സൈറ്റിൽ തന്നെ പോയി സെറ്റിംഗ് ഔട്ട് ഇത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സൈറ്റ് മെഷർമെന്റ് എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ ആയിരിക്കും. ഒരു കംപ്ലീഷൻ പ്ലാന്റെ മെഷർമെന്റ് എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ. അപ്പൊ റിയൽ ആയിട്ടുള്ള വർക്ക് ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഇവർക്ക് കറക്റ്റ് ആകാനായിട്ട് സാധിക്കൂ. ഇന്ന് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് ജോലിയില്ല, ശമ്പളമില്ല. ഇപ്പൊ നമ്മളൊക്കെ തമാശക്ക് പറയാറുണ്ടായിരുന്നു, ഒരു സൈറ്റിൽ നിൽക്കുന്ന ബിടെക്കുകാരന് 10,000 രൂപ ശമ്പളവും അവിടെ നിൽക്കുന്ന ബംഗാളിക്ക് 30,000 രൂപ സാലറി എന്ന് പറയും. ഇതൊരു തമാശയായിട്ട് പറയുന്നുണ്ടെങ്കിലും അതില് പലരും പറയുന്നത് നമ്മുടെ സർക്കാരിന്റെ പിടിപ്പുകേടാണ്, അല്ലെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥയൊക്കെ ഇങ്ങനെ ആയിപ്പോയെന്നാണ്. ശരിക്കും അതൊന്നും അല്ല. ശരിക്കും ഇപ്പൊ ഞാനും എന്നെ പോലുള്ള ആൾക്കാരുമാണ് ശരിക്കും ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിറങ്ങുന്നവർക്കൊക്കെ ജോലി കൊടുക്കുന്നത്. അവരെയൊക്കെ സംബന്ധിച്ച് നമ്മൾ കോളേജ് വിദ്യാഭ്യാസത്തില് പ്രാക്ടിക്കലായിട്ട് പഠിക്കുന്നില്ല, അവർക്ക് സ്കില്ലില്ല. ഇപ്പൊ ഒരു സൈറ്റിൽ നിൽക്കുന്ന ഒരു ബംഗാളി എടുത്ത് ഞാൻ പറയാണ് ഈ ഒരു കോളം കെട്ടി വെക്കാൻ പറഞ്ഞാൽ അവൻ കൃത്യമായിട്ട് അതിന്റെ കമ്പിയൊക്കെ നോക്കി അവൻ കെട്ടിവെക്കും. അതേസമയം ഒരു ബിടെക് കഴിഞ്ഞ ഒരു എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിന്റെ സ്റ്റിറപ്പിന്റെ ജോയിന്റ് എങ്ങനെ കൊടുക്കണം, അല്ലെങ്കിൽ 20 mm ബാറും 60 mm ബാറും എങ്ങനെ ഓവർലാപ്പ് ചെയ്യണം, ഇതുപോലുള്ള കാര്യങ്ങളെ കുറിച്ച് പ്രാക്ടിക്കലായിട്ട് അറിയില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് സൈറ്റിൽ നിന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് നോക്കിക്കൊണ്ട് നിൽക്കാനേ പറ്റും, മാത്രമേ പഠിക്കുന്നുള്ളൂ. അവിടെ വിട്ടിട്ട് ഞാൻ എങ്ങനെയാണ് ഒരു രാജധാനി കൺസ്ട്രക്ഷൻ നടത്തുന്നത് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെയുള്ള ഈ ഒരു ട്രെയിനിങ് പൂർത്തിയാക്കി കഴിയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ 30,000 സ്ഥാനത്ത് ഇന്ന് 60,000 ലക്ഷങ്ങളും സാലറി വാങ്ങുന്ന നേരത്തെയുള്ള സ്റ്റുഡൻസ് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് തീർച്ചയായും എന്റെ ഫ്രണ്ട്സ് ഒക്കെ തന്നെ വിദേശത്തൊക്കെ കമ്പനി നടത്തുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ഈ ഓൺലൈനായിട്ട് ട്രെയിനിങ് കൊടുക്കുന്നു. അവിടെ ഇപ്പൊ ഖത്തറിലുള്ള എന്റെ ഫ്രണ്ട് ഉണ്ട്, അദ്ദേഹം ഇന്റീരിയർ ഡെക്കറേഷൻ കമ്പനി നടത്തിയത്. അപ്പൊ അത് അവിടെ ഇന്റീരിയറിന്റെ വർക്കുകൾ എങ്ങനെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ദുബൈയിലുള്ള ആൾക്കാരുണ്ട് കൺസ്ട്രക്ഷൻ വർക്കുകൾ ചെയ്യുന്നത്. അപ്പൊ അവരൊക്കെ ഇതിന്റെ ട്രെയിനിങ്ങുകൾ കൊടുക്കുകയും അവരുടെയൊക്കെ സ്റ്റാഫുകൾക്ക് ആവശ്യമായിട്ട് വരുന്ന സമയത്ത് ഇവിടെ നിന്ന് അവർ ഇന്റർവ്യൂ ചെയ്തെടുത്തിട്ട് പോയി. അപ്പൊ ഇവർക്ക് ടിക്കറ്റ് ചാർജോ വിസയുടെ ചാർജോ ഒന്നും കൊടുക്കേണ്ട തന്നെ അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പൊ അതിൽ തന്നെ മിടുക്കരായിട്ടുള്ള ആൾക്കാർ അങ്ങനെ പോകാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രത്തോളം നമ്മളൊരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറെ ബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആ ട്രെയിനിങ് കൊടുക്കുന്ന സ്റ്റാഫ് അത്രത്തോളം എഫിഷ്യന്റ് ആയിരിക്കണം. അപ്പൊ ഇവിടുത്തെ സ്റ്റാഫിന്റെ ഒക്കെ ഒരു എഫിഷ്യൻസി അതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഫാക്കൽറ്റിയോ അല്ലെങ്കിൽ ഒരു ട്രെയിനറോ അല്ല. ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ 30 വർഷമായിട്ട് എങ്ങനെയാണോ ഒന്നുമില്ലായ്മ ഇരുന്ന് രാജധാനി കൺസ്ട്രക്ഷൻ ഇന്ന് ലോകത്തുള്ള വർക്കുകളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നത് ആ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ സോഫ്റ്റ്വെയർ സെക്ഷൻ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അവരെയൊക്കെ സംബന്ധിച്ചാൽ അവരാരും ട്രെയിനർ അല്ല, അവരൊക്കെ രാജധാനി കൺസൾട്ടന്റ് സ്റ്റാഫുകളാണ്. ആ സ്റ്റാഫുകളായ അവര് ഇന്ന് എങ്ങനെയാണോ ഒരു പ്ലാൻ വരച്ചു കൊടുത്തത് അതാണ് ഇവരെ പഠിപ്പിക്കുന്നത്. ഒരു 3D അവരെങ്ങനെയാണോ വരച്ചു കൊടുത്തത് അതാണ് അവർക്ക് പ്രാക്ടീസ് കൊടുക്കുന്നത്. ആ ഒറ്റ പ്രത്യേകത കൊണ്ടാണ് മറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർ റിയൽ വർക്കുകൾ ചെയ്യും. ആ ഒരു കാര്യത്തിൽ ആണ് പ്രധാനപ്പെട്ടത്. നിന്നെ ആര് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് നന്നായിട്ട് ഡ്രൈവിംഗ് പഠിക്കണമെങ്കിൽ നന്നായിട്ട് വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ഒരാളടുത്ത് പോയി പഠിക്കണം. ഇപ്പൊ ഇവിടെ പലപ്പോഴും കമ്പ്യൂട്ടർ സെന്ററുകളൊക്കെ ഉണ്ട്. അവിടേക്ക് എന്ന് പറഞ്ഞാൽ നേരത്തെ പഠിപ്പിച്ച ആൾക്കാരാണ് അവരെ പഠിപ്പിക്കുന്നത്. അവന് ആ വർക്ക് അറിയാമായിരുന്നെങ്കിൽ അവൻ അവിടെ നിൽക്കില്ലായിരുന്നു, അവൻ സ്വന്തമായിട്ട് വർക്ക് എടുത്ത് ചെയ്തു പോകും. ഇന്നിപ്പോ നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലാൻ 2000 സ്ക്വയർ ഫീറ്റ് ഒരു പ്ലാൻ വരച്ചു കൊടുത്തതിന് 25,000-30,000 രൂപയുണ്ട്. അതിന്റെ 3Dക്ക് വേദാണ്ടൊക്കെ അത്ര തന്നെ എമൗണ്ട് ഉണ്ട്, സ്ട്രക്ചറൽ ഡിസൈനിനും അത്ര തന്നെ എമൗണ്ട്. അപ്പൊ അത്രയും എമൗണ്ട് കിട്ടുന്ന ഒരാളെ സംബന്ധിച്ചാൽ അവരൊരിക്കലും അങ്ങനെ ഒരു 10,000 രൂപയ്ക്കോ 20,000 രൂപയ്ക്കോ ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വരുന്നതാണ് കുഴപ്പം. 2, പല രീതിയിലും ഇവരെ പറ്റിക്കപ്പെടുന്നുണ്ട്.
ചിലർ പറയുന്നു എസ്റ്റിമേറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഉടനെ ജോലി കിട്ടും. ചിലർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഒരു കാര്യം നീ കുറച്ച് 3D പഠിക്കും, അല്ലെങ്കിൽ ഓട്ടോകാഡ് പഠിക്കും, ജോലി കിട്ടും. കുറച്ച് ആൾക്കാർ പറഞ്ഞ് സ്ട്രക്ചറൽ ഡിസൈനിങ് പഠിക്കും, ഇന്റീരിയർ പഠിക്കും. ഇങ്ങനെ ഓരോ പാർട്ടുകൾ മാത്രം ഇങ്ങനെ പഠിച്ച് ഇറങ്ങി കഴിയുമ്പോൾ ഒരു ക്ലയന്റ് വന്നിട്ട് എനിക്കൊരു 3D വരച്ച് തരുമോ അല്ലെങ്കിൽ ഒരു പ്ലാൻ വരച്ച് തരുമോ എന്ന് പറഞ്ഞാൽ അവർ ഓട്ടോകാഡ് മാത്രം അറിഞ്ഞാൽ പോരാ, കേരള ബിൽഡിംഗ് റൂൾ അറിയണം, സൈറ്റ് മെഷർമെന്റ് ചെയ്യാൻ അറിയണം. ഒരു 1000 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ അവിടെ എത്ര ബെഡ്റൂമിന് എത്ര വലുപ്പം കൊടുക്കണം, കിച്ചൺ എത്ര വലുപ്പം കൊടുക്കണം. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ അറിയാവുന്ന ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ച് മാത്രമേ ആ വർക്ക് പൂർത്തിയാക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഇവിടെ എസ്റ്റിമേറ്റ് പഠിക്കുന്ന ഒരാളെ സംബന്ധം ഞാൻ ജോലി കൊടുക്കണമെന്നില്ല. കാര്യം അവന് അത് മാത്രമേ അറിയാവൂ. അവന് സ്ട്രക്ചറൽ ഡിസൈനെ കുറിച്ചും അവന് ബിൽഡിംഗ് റൂൾസിനെ കുറിച്ചും അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഇത് കൊണ്ട് പ്രയോജനവും. ഇതാണ് പലപ്പോഴും സിവിൽ എഞ്ചിനീയേഴ്സിൽ നിന്ന് വലിയ സാലറി ഇല്ലാതെ വളരെ കുറഞ്ഞ പൊസിഷനിലേക്ക് എത്തിയിട്ട്. മറിച്ച് ഇതിനെ കുറിച്ച് A to Z അറിയാമെങ്കിൽ അവന് ജോലി കൊടുക്കാനായിട്ട് ആൾക്കാരുടെ മത്സരമാണ്. ഇപ്പൊ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം എന്റെ ഫ്രണ്ട്സൊക്കെ എപ്പോഴും നിരന്തരം വിളിക്കാറുണ്ട്, ആരെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ പറയും. ഇവിടെ കൊടുക്കാനാവില്ല. കാരണം ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് ഇതിന്റെ A to Z വർക്ക് അറിയാം. അപ്പൊ എന്നെ പോലെ ഒരു ആൾക്കാരെ ഇവന്റെ സ്റ്റാഫായിട്ട് എടുക്കുകയാണെങ്കിൽ രാവിലെ ഒരു വർക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവൻ ആ പോയി സൈറ്റ് മെഷർ ചെയ്ത് അതിന്റെ പ്ലാനും 3D ഒക്കെ വരച്ച് ഇന്റീരിയറൊക്കെ വരച്ച് കൊടുത്ത് ഇവന്റെ പോക്കറ്റിക്കകത്ത് പൈസ ഇട്ട് കൊടുക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പുറത്തുള്ള സാലറിയേക്കാൾക്ക് 3-4 മടങ്ങ് സാലറി ഇവിടെ തന്നെ കിട്ടും. ഞങ്ങൾ തന്നെ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യത്തെ 2 മാസത്തെ കോഴ്സ് മാത്രമേ ഇവർ കയ്യിൽ നിന്ന് ക്യാഷ് തരേണ്ടൂ. അടുത്ത 2 മാസത്തെ കോഴ്സ് 3D ഇന്റീരിയർ മറ്റു കാര്യങ്ങളാണ്. ഇതൊക്കെ ഇവിടുത്തെ പുറത്തുനിന്ന് വർക്കുകൾ ഞങ്ങൾ പിടിച്ചു കൊടുക്കാം. ഞങ്ങളുടെ കമ്പനിയിൽ തന്നെ വർക്കുകൾ ചെയ്യാം. അപ്പൊ ഈ 2ാമത്തെ കോഴ്സിനുള്ള പൈസ ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. കാര്യം അത്രയ്ക്ക് ചാൻസ് ഉള്ള ഒരു ഫീൽഡാണ് ശരിക്കും സിവിൽ എഞ്ചിനീയറിംഗ്. അപ്പൊ ഇവിടുത്തെ സ്റ്റാഫ്സിന്റെ ഒക്കെ ഒരു ക്വാളിഫിക്കേഷൻ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ക്രൈറ്റീരിയ എങ്ങനെയാണ്? ഞാനത് നേരത്തെ പറഞ്ഞായിരുന്നു. അവരെല്ലാം രാജധാനി കൺസ്ട്രക്ഷന്റെ സ്റ്റാഫുകളാണ്. ഒരു 10-12 വർഷമായിട്ടൊക്കെ ഞങ്ങൾ അവിടുത്തെ സ്റ്റാഫുകളാണ്. അപ്പൊ അത്രയും വർഷം കൊണ്ട് ഇവര് പ്ലാൻ വരച്ച് കൊടുത്ത എക്സ്പീരിയൻസ് ആണ് അവർ ഷെയർ ചെയ്യുന്നത്. ആ ഒരു ഷെയറിംഗ് ആണ് സാധാരണ ആൾക്കാർക്ക് മറ്റവിടെ കിട്ടാത്തത്. അത് കിട്ടുമ്പോഴും ഇവരും അവരെ പോലെ പെർഫെക്റ്റ് ആയിട്ട് മാറും. ഓക്കെ, ഇത് ഇവിടുന്ന് പഠിച്ചിറങ്ങാതെ പുറത്തുനിന്ന് വരുന്ന ഒരു സ്റ്റാഫിനെ ഇവിടെ അലോ ചെയ്യുമോ? ഒരിക്കലും ഇല്ല. അങ്ങനെ എടുത്താൽ ആ പ്രാക്ടിക്കൽ നോളജ് ആണ് പ്രധാനമായിട്ട്. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് അല്ലെങ്കിൽ പാലക്കാട് നിന്നൊക്കെ ഇവിടെ വന്ന് ഹോസ്റ്റലിൽ താമസിച്ച ആൾക്കാർ പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആ എക്സ്പീരിയൻസ് ആണ്. ഈ വർക്ക് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, ഒരു 3D വരച്ചു കൊടുക്കുമ്പോൾ അതിന്റെ ഈ കളർ കോമ്പിനേഷൻ എന്തായിരിക്കണം, അതിന്റെ ലൈറ്റ് അറേഞ്ച്മെന്റ് എന്തായിരിക്കും, അതിന്റെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്തായിരിക്കും, ഈ എക്സ്പീരിയൻസ് ആണ് എവിടെയും കിട്ടുന്നത്. അത് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് പഠിക്കുന്ന ഒരാൾക്ക് സുഖമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഏകദേശം എത്രത്തോളം സ്റ്റുഡൻസ് ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ആൾക്കാർക്ക് ജോബ് കിട്ടിയിട്ടുണ്ട് ഇതുവരെ? ശരിക്കും ഞാൻ വളരെ സീറ്റ് കുറച്ചിട്ടാണ് ചെയ്യുന്നത്. എന്നെ സംബന്ധം മെയിൻ ഇൻകം എന്ന് പറയുന്നത് രാജധാനി കൺസ്റ്റാണ്. ഈ 10-50 വർക്ക് സൈറ്റുകൾ വർക്ക് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 10 കുട്ടികളെ എടുക്കാം, ഞങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു. അവർക്ക് ജോലിയായി കഴിയുമ്പോൾ അടുത്ത കുട്ടികളെ എടുത്ത് ചെയ്യും. അങ്ങനെ ഒരു ലിമിറ്റഡ് സീറ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നൊരു 500 കുട്ടികൾക്ക് അടുപ്പിച്ചിട്ടായിരിക്കണം ഇവിടെ ഇറങ്ങിയിട്ടുണ്ടാവും. അവർക്കെല്ലാവരും ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് വലിയ നിലയിൽ ജീവിക്കുന്നു. അപ്പൊ അവരുടെയൊക്കെ കെയർഫിലാണ് ഇപ്പോഴും കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം കൂടുതൽ ഞങ്ങൾ പരസ്യമോ മറ്റു കാര്യങ്ങളൊന്നും ഇതിന് കൊടുക്കാറില്ല. അതിന്റെ കാര്യമില്ല. എന്റെ മെയിൻ ഇൻകം പിന്നെ എന്താണ് ഈ ഒരു രാജധാനി കരിയർ അക്കാഡമിന്ന് മറ്റു ഇൻസ്റ്റിറ്റ്യൂട്ടിനൊക്കെ വ്യത്യസ്തമായിട്ട് നിർത്തുന്ന ഒരു ഘടകം? അവിടെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് എന്റെ എക്സ്പീരിയൻസ്. എന്റെ ഒരു 30 വർഷത്തെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യും. എന്നെ സംബന്ധിച്ചിടത്തോളം 25 വർഷം കഴിഞ്ഞപ്പോ എനിക്ക് തോന്നിയത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ നിലയിലെത്തിയത്. ആർക്കും പറഞ്ഞു കൊടുക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ഒരാൾക്ക് കിട്ടട്ടെ. ഒരു വർഷം അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു 10 കുട്ടികളുടെ 10 കുടുംബങ്ങൾ രക്ഷപ്പെട്ടു. ആ ഒരു ഉദ്ദേശത്തോടുകൂടി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ എല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു സൈറ്റ് തുടങ്ങുന്നത് മുതൽ എസ്റ്റിമേറ്റ് ആയാലും പ്ലാൻ വരയ്ക്കുന്നതായാലും 3D ആയാലും ഇന്റീരിയർ ആയാലും സ്ട്രക്ചറൽ ഡിസൈൻ ആയാലും സൂപ്പർവിഷൻ ആയാലും പിന്നെ ഈ ബീമിനൊക്കെ കൊടുക്കുന്ന കുറെ തമ്പിളൂളൊക്കെ ഉണ്ട്. അതൊക്കെ എല്ലാം തന്നെ ഞാൻ കൊടുക്കുന്നു. പിന്നെ വാസ്തുവിനെ കുറിച്ചും ഞാൻ നന്നായിട്ട് പഠിക്കുകയും അതിൽ ഞാനൊരു ഇന്ത്യയിൽ ആദ്യമായിട്ട് തന്നെ വാസ്തുവിന്റെ ഒരു സോഫ്റ്റ്വെയർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങളെ ഈ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഞാനൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാസ്തുവിനെ വിശ്വസിക്കുന്ന ഒരു 50% ക്ലയൻസ് ഉണ്ട്. അപ്പൊ അവരുടെ പ്ലാനിന് അനുസരിച്ചിട്ട് നമുക്ക് വാസ്തു പ്രകാരം പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് അത് എന്റെ കുട്ടികൾക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് വർക്കുകൾ കിട്ടും. അപ്പൊ സാധാരണ ഒരു എഞ്ചിനീയറെ വിട്ടിട്ട് വാസ്തു പ്രകാരമാണെങ്കിൽ അതിലെ കേരളത്തിലെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ആൾക്കാർ എന്താണോ ചെയ്യുന്നത് അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഒപ്പം തന്നെ എന്റെ ഈ ഒരു 30 വർഷത്തെ കൺസ്ട്രക്ഷൻ ഫീൽഡിലെ എക്സ്പീരിയൻസ് ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും.
ഏറ്റവും വലിയ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പലപ്പോഴും ക്ലയന്റുമായിട്ട് എങ്ങനെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്, ഡീൽ ചെയ്യേണ്ടത്, അവർ പറയുന്ന ഭാഷ നമുക്ക് മനസ്സിലാകണം. അതുപോലെ തന്നെ നമുക്കൊരു ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എന്തൊക്കെയായിരിക്കും അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. കാര്യം എന്നെ പോലുള്ള ആൾക്കാരാണ് ഇപ്പൊ ഇവർക്കൊക്കെ ജോലി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം അവർക്കൊക്കെ എന്ത് വേണം, എന്ത് കൊടുക്കണമെന്ന് ഈ കുട്ടികളെക്കാളും കൊന്നതെന്റെ അറിയാം. അപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ആ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഇവർക്കൊക്കെ ഏത് ഇന്റർവ്യൂവിലും ആരോ പങ്കെടുത്തോട്ടെ, പക്ഷെ ആ ജോലി എന്റെ കുട്ടികൾക്കുള്ളതാണ്. ആ ഒരു ഉറച്ച വിശ്വാസം കണ്ടിട്ടാണ് ഇവിടെ ഒരുപാട് കുട്ടികൾ വന്ന് പഠിക്കുന്നത്. അപ്പം ഈ തരത്തിലൊരു ട്രെയിനിങ് കൊടുക്കുന്ന വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ വേറെ ഉണ്ടെന്ന്, ഞാൻ കേട്ടിട്ടില്ല. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു എഞ്ചിനീയറിംഗ് കോഴ്സ് ചെയ്യുമ്പം അല്ലെങ്കിൽ വേറൊരു പെർട്ടിക്കുലർ കോഴ്സ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? കേരളത്തില് BSSന് ഞങ്ങൾ മാത്രമേ സ്കിൽ ട്രെയിനിങ്ങിൽ അംഗീകാരമുള്ള സെന്റർ ആയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ പണ്ട് കാലത്ത് തന്നെ ഞങ്ങൾ പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് പറയാറുണ്ട്, ബിടെക്കിന് എൻട്രൻസിന്റെ നീ ആദ്യം പ്രീ ഡിഗ്രി നന്നായിട്ട് പഠിക്കുക എന്നിട്ട് ബിടെക് നോക്കിയാൽ. അതേസമയം കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പറയുന്നത് അതെ +2നോടൊപ്പം തന്നെ എൻട്രൻസ് കോച്ചിങ്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. IAS IPSനൊക്കെ 7ാം ക്ലാസ് തൊട്ടേ ചെയ്യും. അതാണ് ന്യൂ ജനറേഷന്റെ പ്രത്യേകത. എല്ലാം ഫാസ്റ്റാണ്, അഡ്വാൻസ്ഡ് ആണ്. ഇപ്പോഴ് പല കോളേജുകളും ഞങ്ങളെ സമീപിച്ചിട്ടുണ്ട്, ഞങ്ങളിപ്പോൾ ചെയ്തു വരുന്നുണ്ട്. അതായത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പൊ സെക്കൻഡ് ഇയർ ബിടെക് സിവിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധം ശനിയാഴ്ച ഞായറാഴ്ചകളിലോ ഞങ്ങളുടെ തന്നെ വർക്ക് സൈറ്റുകളിൽ വന്നിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യും. ഇന്റേൺഷിപ്പ് എന്നൊക്കെ സർക്കാർ പറയുന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇത് പേപ്പറിൽ മാത്രം ഒതുക്കാതെ ഇതുപോലെ വന്ന് ശനിയാഴ്ച ഞായറാഴ്ചകളിൽ വന്നിട്ട് എങ്ങനെയാണ് പ്ലാൻ വരയ്ക്കുന്നത്, എന്താണ് സൈറ്റ് മെഷർമെന്റ്, എന്താണ് സ്ട്രക്ചറൽ ഡിസൈനിങ്, സൈറ്റിൽ എന്താണ് നമ്മൾ MPPT കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുന്നത്, M20 ഇതുമായിട്ടുള്ള വ്യത്യാസം എന്താണ്, ഏതാണ് നല്ല വൈക്കർ ബ്രിക്സ് ആണ് നല്ലത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഇവർ പ്രാക്ടീസ് ചെയ്യും. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ 1-2 വർഷം കഴിയുമ്പോൾ, അതായത് ഒരു 3rd ഇയർ 4th ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇവരെ നമ്മൾ ഈ വർക്കിന്റെ ഏറ്റവും പിടിക്കും. നല്ല മിടുക്കരാണെങ്കിൽ അപ്പോൾ തന്നെ സ്വന്തമായിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ. സിവിൽ എഞ്ചിനീയറിംഗുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവിടെയാണ്. ഇപ്പോൾ ഒരു മെക്കാനിക്കലിനെ സംബന്ധിച്ചോളം അവരെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ പോകണം. സിവിൽ എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ചോളം അങ്ങനെയൊന്നുമില്ല. അവരെ ശമ്പളം അവരുടെ വീട്ടിൽ പാല് കൊണ്ടുവരുന്നതിനും അവരുടെ വീട്ടിലെ അടുത്തുള്ള മാർജിൻ ഫീക്കാരനും അവന്റെ റിലേറ്റീവ്സിനും അങ്കളുടെ ആന്റിക്കും എല്ലാം വീട് വെക്കണം. അവർക്ക് ലോൺ എടുക്കണം. അപ്പൊ അവരൊക്കെ പറയണം എനിക്കൊരു പ്ലാൻ വരച്ച് തരുമോ എന്ന് ചോദിച്ചാൽ ധൈര്യമായിട്ട് അവർ ചെയ്തു കൊടുക്കാൻ കഴിയും. അത് ഇവരെ സംബന്ധിച്ച ഒരു വരുമാനം. അപ്പൊ 4th ഇയർ ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ രാജധാനി കൺസ്ട്രക്ഷൻ തന്നെ ഒരു പാർട്ട് ടൈം ജോബ് സർട്ടിഫിക്കറ്റ് കൊടുക്കും. കാര്യം ഇവൻ അതുവരെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഞങ്ങളുടെ വർക്കാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ അവനൊരു പാർട്ട് ടൈം 3 വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കും. അപ്പൊ ഇവർ വർക്കും അറിയാം, സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പൊ എവിടെയെങ്കിലും ചെന്നിട്ട് ജോലിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവർ എവിടെയും പോകേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് തന്നെ കൊടുക്കാവുന്നതേ ഉള്ളൂ. എന്റെയൊക്കെ ഫ്രണ്ട്സിന്റെ കമ്പനികളിൽ തന്നെ അപ്പോൾ തന്നെ ജോലി കൊടുക്കുന്നുണ്ട്. അല്ലാതെ തന്നെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലും ഈ സർട്ടിഫിക്കറ്റ് കാണിച്ചുകൊണ്ട് അവൻ ജോലിക്ക് കയറാനായിട്ട് സാധിക്കും. ഇതൊരു പുതിയ ട്രെൻഡായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. സർ, അപ്പം IT ഡിപ്ലോമക്കാർക്കൊക്കെ ഈ ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധ്യമാണോ? തീർച്ചയായും. ഞാൻ നേരത്തെ പറഞ്ഞ സ്കിൽ ട്രെയിനിങ് ആണ്. സ്കിൽ ട്രെയിനിങ് ഉള്ളത് ഹാർഡ് വർക്ക് ചെയ്യണം. അതായത് ജീവിതത്തിൽ വലിയ നിലയിൽ എത്തണം എന്ന് ചിന്തിക്കുന്ന എല്ലാവർക്കും ഇത് ചെയ്യാനായിട്ട് സാധിക്കും. IT ആയാലും ഡിപ്ലോമ ആയാലും BTech MTech അല്ലെങ്കിൽ കോളേജിലെ പ്രൊഫസർമാരൊക്കെ ഈ ജോലി രാജിവെച്ചിട്ട് ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്. കാരണം അവർക്ക് പ്രാക്ടിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വരുമാനം എന്ന് പറയുന്നത് ജോലിയോടൊപ്പം തന്നെ അടുത്തൊരു വരുമാനം കൂടി ലഭിക്കും. അപ്പൊ എങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടാണോ നമ്മളൊരു വേറെ ഓപ്പർച്യൂണിറ്റി നോക്കുന്നത്? അല്ല, ഇത് പാസ്സാകണമെന്നില്ല. ഇപ്പൊ BTech ഒരുപാട് സപ്ലിമെന്റർ വരുന്നുണ്ട്, ഡിപ്ലോമസിയിൽ സപ്ലൈ വരുന്നുണ്ട്. അത് ജയിക്കണമെന്നുള്ളതല്ല. സ്കിൽ ട്രെയിനിങ് ആയതുകൊണ്ട് തന്നെ പഠിക്കാനായിട്ട് താല്പര്യമുള്ള, വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമുള്ള, ജീവിതത്തിൽ വലിയ സമ്പന്നനാകണമെന്ന മാനസികാവസ്ഥയോട് വരുന്ന ആർക്കും ഞാനിത് പഠിപ്പിച്ചു. സർ, അതുപോലെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അതുപോലെ PSc കോഴ്സ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ എങ്ങനെയാണ് ഈ കോഴ്സ് പ്രയോജനപ്പെടുത്താൻ സാധിക്കുക? തീർച്ചയായും അവർക്ക് ഈ കോഴ്സ് വളരെ സഹായകരമായിരിക്കും. കാര്യം നമുക്കിന്നറിയാം PSc എന്ന് പറയുന്നത് ഈ ലോട്ടറി എടുക്കുന്നതാണ്. ഈ ലോട്ടറിയിൽ 1, 2, 3 സമ്മാനം കിട്ടുന്നവരുടെ ഫോട്ടോസ് ഒക്കെ ഈ പത്രത്തിൽ വരും. പക്ഷെ ലോട്ടറി അടിക്കാത്ത ലക്ഷക്കണക്കിന് ആൾക്കാരെ കുറിച്ച് അറിയാറില്ല. ഇതുപോലെ തന്നെയാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം PScക്ക് പഠിക്കാം. 4-5 വർഷമൊക്കെ പഠിച്ച് ചിലർക്ക് ജോലി കിട്ടുന്നുണ്ട്, ചിലർക്ക് ജോലി കിട്ടുന്നില്ല. അതേസമയം ഇപ്പൊ ഈ ഒരു BTech അല്ലെങ്കിൽ ഡിപ്ലോമയോ ഏതായി MTech ആയതോ ആയിക്കോട്ടെ, അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ അടുത്ത് വന്ന് ഈ സ്കിൽ ട്രെയിനിങ് പൂർത്തിയാക്കി ആ ഒരു കൺസെഷന്റെ A to Z പഠിച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചോളം ഈ ഇതിന് പോകാം. PScക്ക് പഠിക്കുന്നത് ഒപ്പം തന്നെ മാസത്തിൽ 1-2 3Dയോ ഇന്റീരിയറോ അല്ലെങ്കിൽ ഒരു പെർമിറ്റ് റാങ്കോ വരച്ചു കൊടുത്താൽ ഇന്ന് 10,000-20,000 രൂപ കിട്ടും. അപ്പൊ അവർക്ക് ജീവിക്കാനുള്ള ക്യാഷ് അവിടെ കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വർക്കുകൾ സുഖമായിട്ട് ചെയ്യുകയും ചെയ്യാം. അവർക്ക് PScക്ക് ജോലി കിട്ടുന്നവരെ പഠിക്കുകയും ചെയ്യും. ഇതുപോലെ തന്നെയാണ് ഹയർ സ്റ്റഡീസിനെ സംബന്ധിച്ച്. ഇപ്പൊ ഒരു BTech കഴിഞ്ഞിട്ട് ഒരാൾക്ക് MTechന് പോകണം.
അപ്പൊ പലപ്പോഴും ചെയ്യുന്നത് നേരെ അങ്ങ് പോവുകയാണ്. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്ക് ഏജ് ഓവർ ആവും, ചിലപ്പോൾ കല്യാണം കഴിക്കും, ചിലപ്പോൾ അല്ലാതുള്ള കാര്യങ്ങൾ പറ്റിയിട്ട് ഇതുമായിട്ട് മാറിപ്പോകും. അതേസമയം ബിടെക് കഴിഞ്ഞിട്ടൊരു 2, 3, 4 മാസം ഞങ്ങളുടെ വന്ന് ഈ ട്രെയിനിങ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നീട് ഇവരെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് എവിടെ ഇരുന്നുകൊണ്ട് ഒരു ലാപ്ടോപ്പും നെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ അവർക്ക് 3D ഇന്റീരിയറോ എസ്റ്റിമേഷനോ സ്ട്രക്ചർ ഡിസൈനിങ്ങോ ആർക്കിടെക്ചർ ഡ്രോയിങ്ങോ വരച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് ജീവിക്കാനുള്ള ക്യാഷ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതായത് ഈ ഒരു കോഴ്സ് പൂർത്തിയാക്കുന്നവരെ സംബന്ധം ഞാൻ ഉറപ്പിച്ചു പറയാം, അവർക്ക് അവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് വേറെ ആരുടെ മുമ്പ് കൈനീട്ടേണ്ടി വരും. അതാണ് സിവിൽ എഞ്ചിനീയറിംഗിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ ഒറ്റ കാര്യം ആണ് എല്ലാ ട്രേഡുകളുടെയും മാതാവായിട്ടാണ് ശരിക്കും സിവിൽ എഞ്ചിനീയറിംഗ് കാണുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് ഗേൾസിന്, അതായത് പെൺകുട്ടികളുടെ കാര്യത്തിൽ എനിക്ക് ഒന്നുകൂടി ഈസി ആയിരിക്കും ഈ സിവിൽ എഞ്ചിനീയറിംഗ് എടുത്തിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ എസ്പെഷ്യലി നമ്മളെ ബിടെക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികൾ അധികം കല്യാണം കഴിഞ്ഞ് പോവുക എന്നുള്ളൊരു പ്രവണത ഉണ്ടല്ലോ. അപ്പൊ അവർ കല്യാണം കഴിഞ്ഞ് ഇനിയിപ്പം കാരിങ് ആണെങ്കിൽ പോലും അവർക്ക് അതിനോടൊപ്പം തന്നെ ഈ ഒരു പ്ലാൻ വരയ്ക്കുക എന്നുള്ള ജോബ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമല്ലോ. പക്ഷെ ഈ ഒരു കാര്യത്തെ പലപ്പോഴും ചൂഷണം ചെയ്യാറുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു സോഫ്റ്റ്വെയർ പഠിപ്പിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സെന്ററുകാർ പറഞ്ഞു കൊടുക്കുന്നത് വെച്ചാൽ നീ ഒന്ന് സോഫ്റ്റ്വെയർ പഠിക്കുന്ന നിനക്ക് പ്ലാൻ വരയ്ക്കാൻ പറ്റും. പക്ഷെ സോഫ്റ്റ്വെയർ പഠിക്കുന്നത് നല്ലത് തന്നെയാണ്, പക്ഷെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളോട് അറിയണം. ഒരു സൈറ്റിനകത്ത് എത്ര ബിൽഡിംഗ് കൊള്ളും, അതിന്റെ ബിൽഡിംഗ് റൂളിനെ കുറിച്ച് അറിയിക്കണം, ആ വരുന്ന ക്ലയന്റിന്റെ എസ്റ്റിമേഷനെ കുറിച്ച് അറിയിക്കണം, അതിന്റെ സ്ട്രക്ചറൽ ഡിസൈനെ കുറിച്ച് അറിയണം. ഇങ്ങനെയുള്ള A to Z കാര്യങ്ങൾ പഠിക്കണം. ആ സൈറ്റിൽ എങ്ങനെയാണ് വർക്ക് നടക്കുന്നത് പഠിക്കണം. ഇത് ഇത്രയും പഠിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, വീട്ടിലിരുന്നിട്ട് ഏത് അവസ്ഥയിൽ ഇരുന്നുകൊണ്ടും ലാപ്ടോപ്പിൽ നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ഏത് ലോകത്തെ എവിടെ ഇരുന്നുകൊണ്ടും ഏത് സമയത്തും 3D വരയ്ക്കാം, എസ്റ്റിമേറ്റ് എടുത്ത് കൊടുക്കാം, പ്ലാൻ വരച്ചു കൊടുക്കാം, അതുപോലെ തന്നെ കംപ്ലീഷൻ പ്ലാൻ വരച്ചു കൊടുക്കാം. അങ്ങനെ ചെയ്യാനായിട്ട് വരും. ആ ഒരു കാര്യം കൂടെ പൂർത്തിയാകും. അതായത് എന്താണ് നീ ചെയ്യുന്നതെന്ന് മൊത്തം പഠിക്കാതെ ചെയ്താൽ അത് പോകുന്നത്. അപ്പൊ ഇത് എന്താണ് ചെയ്യുന്നതെന്ന് ഞങ്ങളെപ്പോലെ ഇത്രയും 30 വർഷത്തെ എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ 60 ദിവസം കൊണ്ട് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കോഴ്സ് പൂർത്തിയാക്കുന്നതിനെ സംബന്ധിച്ചും ഇതിന്റെ A to Z അറിയാം. അങ്ങനെ ഒരാൾക്ക് ലോകത്ത് എവിടെ ഇരുന്നുകൊണ്ടും ഈ പറഞ്ഞ കണക്ക് കുട്ടിയായിരിക്കുമ്പോഴും അല്ലെങ്കിൽ വീട്ടിൽ വേറൊരു അവസ്ഥയിൽ ഇരിക്കുമ്പോഴോ അവർക്ക് വരച്ചു ചെയ്യാവുന്നതാണ്. അതായത് ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് തീർച്ചയായും അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് പൂർണ്ണമാവുള്ളൂ, അല്ലെങ്കിൽ ഒരു പാർട്ട് മാത്രമേ ആവൂ. ആ ഒരു പാർട്ട് ആവുമ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതില്ലാതെ. പിന്നെ ഞാൻ കേട്ടു ഇതിന്റെ പാർട്ട് ടൈം ജോബ് സർട്ടിഫിക്കേഷൻ അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായും. അത് ഞാൻ പറഞ്ഞത് നമ്മളിപ്പോ ഇവിടെ വന്ന് പഠിക്കുന്ന കുട്ടികളുണ്ട്, അവരെ സംബന്ധിച്ചുള്ള കോഴ്സ് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് പഠിക്കുന്നത്. അവരെ സംബന്ധിച്ചുള്ള നമ്മൾ ഫുൾ സർട്ടിഫിക്കേഷൻ. അതേസമയം ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്, ഇപ്പൊ എഞ്ചിനീയറിംഗ് കോളേജിൽ ബിടെക്കിന്റെ 2nd ഇയറോ 3rd ഇയറോ ഒക്കെ പഠിക്കുക. അവര് ഇത് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിട്ടോ ഈ കോഴ്സ് പൂർത്തിയാക്കും. അവരെ സംബന്ധിച്ച് നമുക്ക് പാർട്ട് ടൈം ജോബ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റും. അതെ, വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും, വർക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഇവർ ഞങ്ങളുടെ വർക്കുകളാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ വർക്ക് സൈറ്റിൽ തന്നെ വന്ന് അതിന് സെറ്റിംഗ് ഔട്ട് നടത്തുകയാണ് ചെയ്യുന്നത്. ഡ്രോയിങ് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്റെ വർക്കുകൾ അവര് വരച്ചു തരുന്നത്, എന്റെ 3D അവര് വരച്ചു തരുന്നത്, എന്റെ ഇന്റീരിയർ വരച്ചു തരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവർക്ക് അതിന്റെ പാർട്ട് ടൈം ജോബ് സർട്ടിഫിക്കറ്റ്. ഇപ്പം നമുക്കിപ്പം പ്രൊഫസർ ഒരുപാട് നമുക്ക് അറിയാത്ത സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. പിന്നെ ഈ പെർട്ടിക്കുലർ രാജധാനി കരിയർ അക്കാഡമിയിലൂടെ ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു എഫിഷ്യന്റ് എഞ്ചിനീയറെ വാർത്തെടുക്കുന്നത് എന്ന് തുടങ്ങുന്ന ഒട്ടനവധി കാര്യങ്ങളാണ് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെച്ച് തന്നിട്ടുള്ളത്. സർ, നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിൽ ഒരുപാട് താങ്ക് യു. നമുക്ക് വീണ്ടും പുതിയൊരു എപ്പിസോഡിലൂടെ കണ്ടുമുട്ടാം. ബൈ.